സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാപ്പിൻ്റെ പങ്കിനെ കുറിച്ചുള്ള ഒരു ഇതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ചരിത്രപരമായിട്ടും സാംസ്കാരികമായിട്ടുള്ള രേഖപ്പെടുത്തപ്പെട്ട കാപ്പിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് കൂടി സൂചിപ്പിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നു. ഈ പ്രദേശത്തെക്കുറിച്ച് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടൊക്കെയുള്ള ഘടകങ്ങൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ട പ്രദേശങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ സാമൂതിരി കാലഘട്ടത്തിൻ്റെ അവിടേക്കാണ് നമ്മുടെ ശ്രദ്ധ ആദ്യം പതിയുന്നത്. ആ പ്രദേശത്ത് ഈ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം. സാമൂതിരി കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നത് ഈ വല്ലക്കുളം എന്ന് പറയുന്നതാണ്. ശരിക്കും അത് വല്ലഭക്കുളം, വല്ലഭൻ എന്നാണ് സാമൂതിരി രാജാവിൻ്റെ സ്ഥാനപ്പേര്. ആ പ്രദേശത്തിൻ്റെ അത് പിന്നെ ലോപിച്ച് വല്ലക്കുളം എന്ന് മാറിയതാണല്ലോ. അതേപോലെ തന്നെ പിന്നെ അതിന് ബ്രിട്ടീഷ് പീരീഡിലേക്ക് പിന്നീട് വന്നാൽ ബ്രിട്ടീഷ് പീരീഡാണ്. ഈ ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമുള്ള ബ്രിട്ടീഷ് പീരീഡിലുള്ള രേഖകളിലും മറ്റുമാണ് വേറെ സൂചിപ്പിക്കുന്നത്. ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിലും ഈ പ്രദേശത്ത് ഇതിൻ്റെ തൊട്ട് അടുത്തുകൂടി കാപ്പ് എന്ന് പറയുന്ന ആ ഒരു പശ്ചാത്തലം എന്ന് പറയുമ്പോൾ തന്നെ കാപ്പ് ഒരു മലയടിവാരത്തിൻ്റെ പേരാണ്. ഒരു ഡിക്ഷണറിയിലും മറ്റുമൊക്കെ അത് കാപ്പ് എന്താണ് കാപ്പ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ ഒരു പിന്നെ കുന്നിൻ്റെ താഴെയുള്ള ചരിഞ്ഞ പ്രദേശം എന്നുള്ള രീതിയിലാണ് കാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് കൂടി പിന്നെ ഒരു റോഡ്, ചെത്തുവഴി റോഡ് എന്ന് പണ്ട് പറയപ്പെടുന്ന ടിപ്പു സുൽത്താൻ റോഡാണത്. മണ്ണാർക്കാട് നിന്ന് കുമരംപുത്തൂർ വഴി അലനല്ലൂർ വന്നിട്ട് പിന്നെ വെട്ടത്തൂരിൽ പ്രവേശിക്കുമ്പോൾ ഈ പ്രദേശം വളരെ പ്രധാനപ്പെട്ട ഒരു പേരുകെട്ട അന്നത്തെ ഹുബിലിയാണ്. ഹുബിലിയിൽ നിന്ന് അംശം എന്നതിൻ്റെയും മുകളിലാണ് ഹുബിലി എന്ന് പറയുന്നത്. ഒരു സബ് ഡിവിഷൻ എന്ന് പറയുന്ന രീതിയിൽ ഇംഗ്ലീഷുകാർ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് കുപ്പിയിലങ്ങാടി എന്നാണ് പറയുന്നത്. കാപ്പിൽ ഇതിൻ്റെ അവർ പറയുമ്പോൾ അവർ ഇംഗ്ലീഷിലേക്ക് തന്നെ ലോപിപ്പിക്കുമ്പോൾ ഉണ്ടാണ് അവർക്ക് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റാത്തൊരു രൂപത്തിൽ അത് പിന്നെ കുപ്പിയിലങ്ങാടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുപ്പിയിലങ്ങാടി എന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രദേശം. അതിൻ്റെ വേറെ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളില്ലെങ്കിലും അതിൻ്റെ തെക്കു ഭാഗത്തുള്ള പ്രദേശത്ത് വല്ലക്കുളത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു പഴയ കോട്ട സ്ഥിതി ചെയ്തിരുന്നു എന്ന് പറയുന്നു. ഈ കാപ്പ് പ്രദേശത്ത് ഉണ്ടായിരുന്ന രണ്ട് മൂപ്പന്മാരായിരുന്നു, കള്ളിയങ്കൽ അവറാൻ മൂപ്പനും അഗായിലെ മമ്മത്തൻ മൂപ്പനും. ഈ ബ്രിട്ടീഷുകാരുടെ ശേഷം ടിപ്പു സുൽത്താനാൽ നിയോഗിക്കപ്പെട്ട പോലീസ് അധികാരങ്ങളുള്ള പോലീസുകാർക്ക് അന്ന് കോൽക്കാരെന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ നേതൃത്വം കൊടുത്തിരുന്ന രണ്ട് മൂപ്പന്മാരായിരുന്നു, കള്ളിയങ്കൽ അവറാൻ മൂപ്പനും അഗായിലെ മമ്മത്തൻ മൂപ്പനും. അപ്പോൾ ഈ മൂപ്പന്മാരുടെ സാന്നിധ്യത്തിലാണ് അവരുടെ കീഴിലുള്ള സൈനിക അഭ്യാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പുത്തൻകോട്ട് കുടുംബത്തിൻ്റെ ചരിത്രകാരനായ വാപ്പുട്ടി ഹാജി പറഞ്ഞതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശത്ത് അവരുടെ കുറവുകൾ അത് പരിഹരിക്കാൻ വേണ്ടി പുത്തൻകോട്ട് കുടുംബത്തിൻ്റെ സ്ഥാപകൻ ഉണ്ണിപ്പോക്കർ എന്നവർ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള ഈ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത് നിങ്ങളിവിടെ നിൽക്കണം. മുമ്പ് തന്നെ അവർക്ക് ഈ പ്രദേശമായിട്ട് ബന്ധമുണ്ട്. ഈ കച്ചവട ആവശ്യത്തിനും മറ്റൊക്കെ വന്നിട്ട് അവരുടെ സഹായികളോ കൂട്ടത്തിൽ രണ്ട് സഹായികളായിരുന്നു. ഇപ്പം കരുവാരക്കോട് എന്ന് പറഞ്ഞ കുടുംബത്തിൽപ്പെട്ട ഒരാളും വേറൊരു പിന്നെ മക്കളൊന്നും ഒരാളും രണ്ടുപേരും ഇവരുടെ ഇതൊക്കെ ഈ വണ്ടിയിൽ നിന്ന് ഇറക്കിയാൽ പിന്നെ അതിൻ്റെ സഹായികളായിട്ടുണ്ടായിരുന്ന ആളുകളായിരുന്നു. പിന്നെ അപ്പോൾ ഇവർ രണ്ടുപേരും ഈ ആളുകളോട് വന്ന് അവരൊക്കെ അഭ്യാസികളായിരുന്നു. അപ്പോൾ അവരുടെ ഈ അഭ്യാസത്തിലുള്ള പ്രകടമായിട്ടുള്ള മികവ് കണ്ടു കഴിഞ്ഞപ്പോൾ അവരവിടെ നിർത്താൻ അവർ പറഞ്ഞു. അതേസമയം തന്നെ അവർക്കും അവിടുന്ന് നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ടിപ്പുവിൻ്റെ പടയോട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രിട്ടീഷുകാർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഭരണം അവരെ കയ്യിലായി കഴിഞ്ഞപ്പോൾ നിൽക്കാൻ പറ്റാതെ അവർ ഉൾനാടുകളിലേക്ക് വലിയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലം പറയുമ്പോൾ ഈ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കണക്ട് ചെയ്യുന്ന കലാപങ്ങളുടെ പിൽക്കാല ചരിത്രത്തിലേക്ക് പോകേണ്ടി വരും. അവിടെ ഈ പിന്നെ കടലോര പ്രദേശങ്ങളിലാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട്, യൂറോപ്യൻസിനെതിരായിട്ട്, പോർച്ചുഗീസുകാർക്കെതിരായിട്ടൊക്കെ തന്നെ ഉള്ള സമരങ്ങൾക്ക്, കലാപങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത
മുസ്ലിം വിഭാഗങ്ങൾ, അതുവരെ കച്ചവടത്തിന് അറബികളുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക മുസ്ലിങ്ങളും ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സാമ്പത്തിക സംവിധാനത്തിന് തകരാറ് വന്നപ്പോൾ പോർച്ചുഗീസുകാർ വന്നോട് കൂടിയിട്ട് ഇവർക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. അതിന് കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ബ്രിട്ടീഷുകാർ വന്നോട് കൂടിയിട്ടും പറ്റാത്ത സ്ഥിതി വന്നു. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഈ ഉൾനാടുകളിലേക്ക് ഈ മാപ്പിളമാർ വരുന്നൊരു സാഹചര്യം വന്നു. അവരുടെ ജീവനോപാധി നഷ്ടപ്പെട്ട ഒരു ഘട്ടത്തിൽ അവർ നടത്തിയിരുന്ന കച്ചവടം അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ തകർന്നു കഴിഞ്ഞപ്പോൾ അവർ ഉൾനാടുകളിലേക്ക് ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധ, വൈദേശിക മേധാവിത്വത്തിൻ്റെ ശ്രദ്ധ പതിയാത്ത സ്ഥലത്തിലേക്ക് ഉൾനാടുകളിലേക്ക് അവർ വരുന്നൊരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ അങ്ങനത്തെ അധിക കുടുംബങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ വീട്ടുപേരുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാപ്പ് പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ആളുകളുടെ വീട്ടുപേരുകൾ നോക്കിയാൽ തിരൂരങ്ങാടി പിന്നെ ഭാഗങ്ങളിലൊക്കെ തന്നെ ആ വീട്ടുപേരുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അവരിൽ നിന്നൊരു പറ്റം ആളുകൾ അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞതും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മുൻപേ തന്നെ പരിചയം ഉണ്ടായിരുന്നു. കച്ചവട ആവശ്യങ്ങൾക്കൊക്കെ കിഴക്കൻ ഭാഗങ്ങളിലേക്ക് ഈ വന്ന് അവർക്ക് പറ്റുന്നൊരു സാഹചര്യം അവർ വന്ന് നിലനിർത്തിയിരുന്നു. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ കൂടി, നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം അവർക്ക് വന്നു, ഇവിടുത്തെ ക്ഷണവും ഇവിടുത്തെ മൂപ്പന്മാരുടെ ക്ഷണവും ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് ഈ പുത്തൻകോട്ട് കുടുംബത്തിൻ്റെ സ്ഥാപകന് ഇവിടെ എത്തിച്ചേരുന്നത്. മറ്റു കുടുംബങ്ങളും പിന്നെ പ്രബലരായിട്ടുള്ള പേര് കേട്ട മറ്റു കുടുംബങ്ങളുടെയൊക്കെ ആ ആളുകളൊക്കെ തന്നെ അതിൻ്റെ പേരും വീട്ടുപേരും ഒക്കെ പരിശോധിക്കുമ്പോൾ വീട്ടുപേരെ കുറിച്ചുള്ളൊരു പഠനം തന്നെ പ്രത്യേക ശാഖയാണ്. അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ ഒരു നമ്മളുടെ ആ ഒരു ഊഹം ശരിയാണെന്ന് തോന്നുന്ന ഒരു സ്ഥിതി വരും. അങ്ങനെ അപ്പം എന്താണ്, കലാപത്തിൻ്റെ പശ്ചാത്തലമുള്ള കുടുംബങ്ങളാണ്. ഈ വൈദേശിക മേധാവിത്വത്തിനും ഒക്കെ എതിരായിട്ട് അവർക്ക് ആ ഒരു കുടിപ്പക, അവർ തമ്മിലുള്ള പക അന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഈ കാർഷിക രംഗത്തേക്കും കൃഷിക്കാരത്തു നിന്ന് ടാക്സ് പിരിക്കുന്ന ജന്മികൾ വഴി പിരിക്കുന്ന ഒരു സ്ഥിതിയും ഈ ഘട്ടത്തിൽ തന്നെ ഉണ്ടായി. അപ്പോൾ അത് ഇവരുടെ പിന്നെ ജന്മിമാർക്കുള്ള ഒരു വിഹിതവും ഗവൺമെൻറ്റിലേക്കുള്ള വിഹിതവും ഒക്കെ പാടെ കൂടുമ്പോൾ സാധാരണ കുടിയാന്മാർക്ക്, കർഷക കുടിയാന്മാർക്ക് അല്ലെങ്കിൽ കാണാവകാശം ഉണ്ടായിരുന്ന ഇടത്തരം 12 വർഷത്തേക്കുള്ള പിന്നെ ജന്മിയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന കൃഷിഭൂമിയുള്ള കൃഷി ചെയ്യാനുള്ള അധികാരമാണ്. അതിന് പിന്നെ പാട്ടം മുൻകൂറായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഈ കാണാധികാരം. അധികം മാപ്പിളമാരിൽ പിന്നെ ബഹുഭൂരിപക്ഷവും വെറുംപാട്ട കുടിയാന്മാരായിരുന്നു, സാധാരണ കൃഷി ചെയ്യുന്നവരുമായിരുന്നു. അതിൽ നിന്നുള്ള ഒരു പറ്റം ആളുകൾ മാത്രമാണ് കാണാവകാശം ഉണ്ടായിരുന്നത്, ഇടത്തരം കർഷകരായിരുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ തന്നെ അസംതൃപ്തി വന്നു. ആ അസംതൃപ്തിയൊക്കെയാണ് മലബാർ കലാപത്തിലേക്കൊക്കെ നയിച്ചത്. നമ്മുടെ ഈ പ്രദേശത്ത് ആ കലാപങ്ങൾ വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ കേന്ദ്രീയ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആലി മുസ്ലിയാരുടെയും പെരിന്തൽമണ്ണ ഉള്ള പിന്നെ മുക്രി അഹമ്മദ് എന്ന് പറഞ്ഞ ആളുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെ ഈ തെക്കൻ മലയും പിന്നെ അതേപോലെ പറയരുമാടും പിന്നെ അതുപോലെ തന്നെ അമ്മിനിക്കാടൻ മലകളും ഒക്കെ കേന്ദ്രീകരിച്ച് ഒളി സങ്കേതങ്ങളായി വീട്ടിൽ പകൽ സമയത്ത് നിൽക്കാതെ ഈ കലാപങ്ങൾക്ക് ഒരു ജനതിഥി മുഴുവൻ, ഒരു പ്രദേശം കാപ്പ് കേന്ദ്രീകരിച്ചുള്ള വട്ടത്തൂർ പ്രദേശം മുഴുവൻ ആ കാലഘട്ടത്തിൽ നേതൃത്വം കൊടുക്കുന്നു. ഒരു പറ്റം ആളുകൾ അതിലുണ്ടായിരുന്ന കാരാടൻ മുഹമ്മദ് മുസ്ലിയാർ എന്ന്, പിൽക്കാലത്ത് കാരാടൻ മുഹമ്മദ് ബിൻ അലവി എന്ന തമിഴ്നാട്ടിലെ ആദ്യത്തെ എത്തിങ്കാന സ്ഥാപിച്ച അദ്ദേഹം, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം മരിക്കുന്നത് വരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഒക്കെ ഒപ്പം തന്നെയാണ് അദ്ദേഹത്തിന് നിൽപ്പുണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഒരിക്കലും ഒരു സാമുദായിക രീതിയിലേക്കുള്ളൊരു പോക്ക് പോയിട്ടില്ല. പിന്നെ ബ്രിട്ടീഷ് അതിൻ്റെ ഭാഗമായിട്ട് 1921-22 ഇടയിലുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ പിന്നെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ഇനാം ബ്രിട്ടീഷ് ഗവൺമെൻറ് നിശ്ചയിച്ചു. അന്നിവിടെ ഇതിലുള്ള സാമ്പത്തികമായിട്ടുള്ള ചില പ്രബല കുടുംബങ്ങളൊക്കെ ബ്രിട്ടീഷുകാരോട് അനുഭാവവും അവർക്ക് സഹായവും ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. ഇദ്ദേഹത്തെ പിടിച്ച് കിട്ടാത്തതിലുള്ള പക തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം താമസിക്കുന്ന പിന്നെ വീട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് അവരുടെ പിന്നെ ഭക്ഷ്യസാധനങ്ങളൊക്കെ തന്നെ ഒഴിവാക്കി അവിടുന്ന് അവരൊക്കെ പറഞ്ഞയച്ച് ആ കുടുംബത്തെ നാമാവശേഷാക്കി. അതുപോലെ തന്നെയുള്ള കുറേ ആളുകൾ, ഇപ്പോൾ തടിയൻ അലവി മുസ്ലിയാർ വട്ടത്തൂർ ഉണ്ടായിരുന്നു. പിന്നെ കാപ്പിന്നാണെങ്കിൽ കുറേ
ആളുകൾ ഈ ഇതുമായിട്ട് കേന്ദ്രീകരിച്ചുള്ള രീതിയിൽ പുത്തങ്കോട്ട് തൊടയക്കാട്ട് മൊയ്തു എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അവിടെ പുത്തങ്കോട്ട് തൊടയക്കാട്ട് പോക്കു എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. പിന്നെ കൊടക്കാട്ട് മുഹമ്മദ് ഹാജി ഇതുപോലുള്ള ആളുകളൊക്കെ പുത്തങ്കോട്ട് കുടുംബത്തിൽ തന്നെ പ്രബലരായിട്ടുള്ള ജന്മസ്വഭാവം അവർ ജന്മികളായിട്ട് കൂടി അവർ ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ആളുകളെ പ്രത്യക്ഷത്തിൽ അവർക്ക് പല ഘട്ടങ്ങളിലും അവരുടെ ഈ ഗവൺമെൻറ്റുമായിട്ടുള്ള ഇതുകൊണ്ട് സഹായിച്ചില്ലെങ്കിലും മറ്റു നിലക്ക് പലപ്പോഴും അവരൊക്കെ സഹായിച്ചതായിട്ട് നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ട ഇത് രേഖപ്പെടുത്തപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് കാരണം 1921 പിന്നെ മലബാർ കലാപത്തെ തന്നെയാണ് നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കലാപങ്ങളുടെ അല്ലെങ്കിൽ സമരങ്ങളുടെ അവസാനത്തെ ഇതായിട്ട് മാറിയത്. അതിനെ അവർ ശക്തമായിട്ട് 6 മാസത്തോളം ബ്രിട്ടീഷ് ഭരണം തന്നെ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ടാക്സ് പിരിക്കാൻ അവർ അധികാരിമാർക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കാൻ മലബാറിലെ പിന്നെ സമര ആഭിമുഖ്യമുള്ള പിന്നെ കരുത്തുള്ള പിന്നെ സമൂഹത്തിന് കഴിഞ്ഞു. ഇതിൽ മാപ്പിളമാർക്ക് മാത്രമല്ല പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അതിന് മാപ്പിള കലാപം എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ചുരുക്കി കാണിക്കുകയാണ്. മറ്റ് സമുദായങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാപ്പിള സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അനീതി കണ്ടാൽ അതിന് ചോദ്യം ചെയ്യാനുള്ള അവരുടെ പിന്നെ ഖുർആനിലും ഹദീസിലും ഒക്കെ തന്നെ അതൊരു അനീതി ആര് പ്രവർത്തിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിന് ചോദ്യം ചെയ്യണം എന്നുള്ള ഒരു സ്ഥിതി അവരുടെ മതത്തിൽ തന്നെ പറയുന്നതുകൊണ്ട് അവർക്ക് അതിനെ എതിർക്കാൻ യാതൊരു പ്രയാസവും നേരിട്ടിരുന്നില്ല. പിന്നെ മരിച്ചു കഴിഞ്ഞാലും ഷഹീദാവുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉള്ളതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് മെച്ചം, ഇവരെ തോൽപ്പിച്ചാലും ഞങ്ങൾക്ക് നല്ലത് എന്നുള്ളൊരു കാഴ്ചപ്പാട് വന്നപ്പോൾ ശക്തമായിട്ട് പിന്നെ അവരുടെ ഒരു പിന്നെ ഈമാനുറപ്പ് ശരിക്കും വിശ്വാസദാർഢ്യത അവർക്കതിന് ഏറ്റവും മുന്നോട്ട് ചലിക്കാൻ പ്രേരകമായി. ആ ഘട്ടത്തിൽ നമ്മളെ പ്രദേശത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും കാപ്പിനെ കേന്ദ്രീകരിച്ചാണ് വെട്ടത്തൂരുള്ളത്. കാപ്പ് വെട്ടത്തൂർ എന്നാ പറയാം. അതിൽ വെട്ടത്തൂർ എന്ന് പറഞ്ഞപ്പോൾ ആധുനിക കാലത്താണ് നമ്മൾ വെട്ടത്തൂരിനൊരു എന്നുള്ള പേരിലേക്ക് പ്രസിദ്ധമായിട്ട് കാപ്പ് എന്ന അതിൻ്റെ പ്രിഫിക്സ് ആയിട്ടുള്ള കാപ്പ് ലോപിച്ച് പോയിട്ട് വെട്ടത്തൂർ കേന്ദ്രീകരിക്കുന്നത്. ശരിക്കും ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഡോക്ടർ CK കരീമിൻ്റെ പിന്നെ മലപ്പുറം ഗസറ്റിയർ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നത് കാപ്പ് ഏറ്റവും പ്രസിദ്ധമായിട്ട് ഇതിന് പിന്നെ ഒരു റവന്യൂ ഡിവിഷനായിട്ട് സബ് ഡിവിഷനായിട്ട് ഇതിനെ ഈ പിന്നെ ബ്രിട്ടീഷുകാരാൽ അംഗീകരിക്കപ്പെട്ട ഒരു പ്രദേശം തന്നെയായിരുന്നു. അപ്പോൾ ഈ അംഗീകാരം പിന്നെ പിൽക്കാലത്ത് ഇല്ലാതാകുന്ന അത് കുറഞ്ഞു വരുന്നത് സാമൂതിരി ഭരണം പോയതിന് ശേഷം ബ്രിട്ടീഷുകാരുടെ ഡിവിഷണൽ ചേഞ്ച് ആദ്യഘട്ടത്തിൽ അതിനെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണത്. ഡിസ്ക്രിപ്റ്റീവ് മെമ്മോയർ ഓഫ് മലബാർ എന്ന് പറഞ്ഞുകൊണ്ട് 1824 തുടങ്ങി. 1819 നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിലുള്ള ഈ പിന്നെ കേരളത്തിൽ ഒട്ടുക്ക് ഈ പ്രദേശങ്ങൾ സന്ദർശിച്ച് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടും ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യങ്ങളെക്കുറിച്ച് ഈ എഴുതിയ ലഫ്റ്റനൻറ്റ് വാർഡൻ കോർണർ എന്ന് പറഞ്ഞ രണ്ടുപേരെ അവർ ഒന്നിച്ച് നടത്തിയ അതിൻ്റെ ഭാഗത്താണ് കാപ്പിനെ കുറിച്ചും അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും കുപ്പിയിൽ അങ്ങാടി എന്നാണ് ആ കാപ്പിനെ കുറിച്ച് പറയുന്നത്. അത് കുമരംപുത്തൂർ വഴി പിന്നെ മണ്ണാർക്കാട് അപ്പുറം എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര്, നമ്മുടെ അട്ടപ്പാടിന്ന് തമിഴ്നാട്ടിൽ നിന്ന് അട്ടപ്പാടി വഴി പോരുന്ന ആ വഴിയാണ് ടിപ്പു സുൽത്താൻ്റെ സേന ഈ റോഡ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഈ റോഡിന് പഴയ കാലത്ത് പറഞ്ഞത് ടിപ്പു സുൽത്താൻ റോഡ് എന്ന് പറയുന്നത് അതാണ്. അത് പിന്നെ പെരിന്തൽമണ്ണ നിന്ന് കോട്ടക്കലേക്കും ഒക്കെ പോകുന്നൊരിതാണുള്ളത്. അപ്പോൾ സൈനികർ പോയിരുന്ന ഈ പിന്നെ സാമൂതിരിക്കെതിരായിട്ടുള്ള യുദ്ധത്തിനും മറ്റുമൊക്കെ നേതൃത്വം കൊടുത്ത് ഫറൂഖിലേക്കൊക്കെ സൈന്യം പോയിരുന്നത് ഇതുവഴിയാണ് പോയിരുന്നത്. അപ്പോൾ ഈ പ്രദേശത്തിന് എന്നും അത് ആ ഘട്ടത്തിലാണ് ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിലാണ് ഭൂമിയിലുള്ള അധികാരം ജന്മിയിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് യഥാർത്ഥ കർഷകരിലേക്ക് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങൾക്ക് പ്രാധാന്യം നൽകിയ ഒരു ഭരണാധികാരിയുടെ നാമാവശേഷം ഇവിടുന്ന് ഇല്ലാതാവൽ ഇവിടുത്തെ മാപ്പിള സമുദായത്തെ വളരെയധികം വിഷമിപ്പിച്ചു. സ്വാഭാവികമായിട്ടും അത് അവരുടെ കാർഷിക അസംതൃപ്തി, ഈ മലബാർ കലാപങ്ങൾ ഒറ്റ കലാപമല്ല, എത്രയോ കലാപങ്ങളുടെ പര്യവസാനമായിരുന്നു 1921 നടന്നത്.
അപ്പോൾ അതിനുള്ള നേതൃത്വം കൊടുത്തതിൽ ഈ കാരാടൻ അഹമ്മദ് മുസ്ലിയാർ, പിന്നെ പുത്തൻകോട്ട് തൊടേക്കാട്ട് മൊയ്തു സാഹിബ്, അദ്ദേഹത്തിൻ്റെ പിതാവ് രണ്ട് അംശത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ അധികാരിയായിരുന്നു. പുത്തൻകോട്ട് തൊടേക്കാട്ട് ഉണ്ണീൻ എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹം പിന്നെ ഈ തൊടേക്കാട്ട് പുത്തൻകോട്ട് കുടുംബത്തിൽ നിന്ന് ആദ്യത്തെ ആള് ഈ ബീരാൻ എന്ന് പറഞ്ഞ ആളാണ് ഇങ്ങോട്ട് പോരുന്നത്. പുത്തൻകോട്ട് ഐദ്രു എന്ന് പറഞ്ഞ ആളാണ് തറവാട്ടിൽ നിന്നത്. ആ ഐദ്രു എന്ന് പറഞ്ഞ ആളുടെ മൂത്ത ജ്യേഷ്ഠനാണ് തൊടേക്കാട്ടിക്ക് പോകുന്ന ബീരാൻ എന്ന് പറഞ്ഞത്. ആ ബീരാൻ്റെ പിന്നെ മൂന്നാമത്തെ മകനാണ് ഉണ്ണീൻ, പുത്തൻകോട് തൊടേക്കാട്ട് ഉണ്ണീൻ. വെട്ടത്തൂർ പിന്നെ കർക്കിടാങ്കുന്ന് അംശങ്ങളുടെയും അരക്കുപറമ്പ് ദേശത്തിൻ്റെയും അധികാരിയായിട്ട് ബ്രിട്ടീഷുകാർ നിയോഗിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നീട് എന്തോ ഒരു പിന്നെ ടാക്സ് നികുതി പിരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു കുറ്റം കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുന്ന ഒരു ഇത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു പിന്നെ ഈ മൊയ്തു എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹത്തെ ബെല്ലാരിയിലേക്ക് നാട് കടത്തിയിരുന്നു 14 വർഷം കഴിഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ ഈ മൊയ്തു എന്ന് പറഞ്ഞ ആളുടെ മകനാണ് സാദിഖ് മൗലവി. സാദിഖ് മൗലവി 1920-21 കാലഘട്ടത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം എഴുതിയ ആത്മകഥയിൽ പിന്നെ ആ കാലഘട്ടത്തിലാണ് ഞാൻ ജനിച്ചതെന്നും ഈ കാപ്പ് പ്രദേശത്തിൻ്റെ ഈ തെക്കൻ മലയുടെ അതിൻ്റെ മുൻഭാഗത്തുള്ള റോഡ് സൈഡിനുള്ള ചെത്തുവഴിയുടെ ഓരത്തുള്ള വീട്ടിലാണ് എന്നെ പ്രസവിച്ചതെന്നും ആ സമയത്ത് എൻ്റെ ഉമ്മ മരിച്ച് വാപ്പ ജയിലിൽ പോയതൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാപ്പ ബെല്ലാരി ജയിലിൽ ആയതും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലമൊക്കെ വല്യപ്പ അധികാരിയായിരുന്നു. പിന്നെ ഈ സാഹചര്യങ്ങളൊക്കെ ആ കുടുംബത്തിന് പ്രതികൂലമായി കഴിഞ്ഞപ്പോൾ ഉണ്ടായ പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം തന്നെ തുറന്ന് എഴുതിയിട്ടുണ്ട്. പിന്നീട് വന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചരിത്രം 1947 എന്നെക്കാളും ആ കാര്യത്തിൽ പരിചയസമ്പന്നരായിട്ടുള്ള പിന്നെ നാടൻ ചരിത്രകാരന്മാരായി ഇന്ന് ജീവിച്ചിരിപ്പുള്ള പരിണതപ്രജ്ഞരായിട്ടുള്ള പിന്നെ ഒറവിങ്ങൽ ബാപ്പുവാജിയും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കാപ്പിലെ KM മൗലവിയൊക്കെ പോലത്തെ ആളുകൾ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ കുറെ കൂടി അവരൊക്കെ പറഞ്ഞു കേട്ടുള്ള വിവരമാണ് എൻ്റെ പിതാവിൻ്റെ അടുത്തുനിന്നും പിന്നെ അതുപോലെ തന്നെ പുട്ടാട്ടുപറമ്പിൽ വാപ്പുട്ടിയാജി, അവരൊക്കെ ഈ പറഞ്ഞു കേട്ട വിവരം തന്നെ അവർക്കുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ 21, 22, 20 പീരീഡുകളിലൊക്കെ ജനിച്ച ആളുകൾ തന്നെയാണ്. അങ്ങനെ ആ കലാപത്തിൽ പങ്കെടുത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടുപോയ ആളുകളെ ഞാൻ കണ്ട് പുത്തങ്ങോട്ട് തൊടേക്കാട്ട് പോക്കു എന്ന് പറഞ്ഞ ആളാണ്. അതേപോലെ തന്നെ ആട്ടുകണ്ടത്തിൽ അബ്ദുള്ള കാക്ക എന്ന് പറഞ്ഞ ആട്ടുകാക്ക എന്ന് പറയുന്ന അദ്ദേഹമൊക്കെയാണ്. അവരൊക്കെ കൊണ്ടുപോയി നാട് കടത്തിയിട്ടുണ്ട്. പിന്നെ കാപ്പിൽ ഉള്ള ആളുകളെ കുറിച്ചുള്ളത് അത്ര തന്നെയാണ്. കാപ്പ് കേന്ദ്രീകരിച്ചുള്ള ആളുകളെ പന്തലാൻ കുടുംബത്തിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ട്, അന്തമാനിൽ അവർ താമസാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നവരത് കിട്ടിയിരുന്നു. അല്ലാതെ എനിക്ക് അവരുടെ പേരുകളൊന്നും തന്നെ മുഴുവനായിട്ട് അറിയില്ല. പിന്നെ ഇതിൽ തടിയൻ അലവി മുസ്ലിയാരാണ് രണ്ടാമത്തെ ഇതിൻ്റെ ഉപനായകൻ. ഞങ്ങൾ തന്നെ എഴുതിയൊരു ഒരു പുസ്തകം ഉണ്ടായിരുന്നു ഈ ഇതുമായിട്ട്, കാരാടൻ മുസ്ലിയാർ വ്യക്തിചരിത്രവും സമൂഹ ചരിത്രവും എന്ന് പറഞ്ഞൊരു പുസ്തകം ഞങ്ങൾ 2004 പബ്ലിഷ് ചെയ്ത്. ഞാനും നമ്മളെ ഈയിടെ മരണപ്പെട്ട 2 വർഷം അദ്ദേഹം മരണപ്പെട്ടിട്ടാവുകയാണ് PK യാക്കൂബ് മാഷർ എന്ന ബാവ, ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് വെട്ടത്തൂർ പൗരാവലിയുടെ സഹായത്തോട് കൂടിയിട്ട് ഈ പുസ്തകത്തിൽ അതിൽ ഈ വെട്ടത്തൂരിൻ്റെ ഈ അതുമായിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വാപ്പുട്ടിയാജിയുടെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് തന്നെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കണ്ണന്തൊടി അലി ഹാജി മരണപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെയൊക്കെ പങ്കോട് കൂടിയിട്ട് ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആഗ്ലോ മാപ്പിള യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടുള്ള യുദ്ധത്തെ പല പേരിലാണ് അറിയപ്പെടുന്നത്. കലാപം എന്ന് പറയുന്നുണ്ട്, സമരം എന്ന് പറയുന്നുണ്ട്, യുദ്ധം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യുദ്ധം എന്നുള്ള തലത്തിൽ യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു തുല്യശക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു പോരാട്ടമാണ് യുദ്ധം എന്ന് പറയുന്നത്. സമരം എന്ന് പറയുന്നത് ഒരു ശക്തിക്ക് എതിരായിട്ടുള്ള ഞങ്ങൾ ചെറുത്തുനിൽപ്പ് എന്നുള്ളൊരു രൂപത്തിലാണ്. പിന്നെ കലാപം എന്ന് പറഞ്ഞ ഒരു കൂട്ടർ വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണകൂടത്തെ തട്ടി മറിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ബാൻഡിറ്റ്സ് എന്നൊക്കെ ഉള്ള രൂപത്തിലുണ്ടല്ലോ, ഒരു കൊള്ളസംഘം എന്നൊക്കെ ഉള്ളൊരു രൂപത്തിലുള്ള ഒരു നിലക്കാണുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ മതം തന്നെയായിരുന്നു
പിന്നെ ഈ മതമാണ് അവർക്ക് ശക്തി പകർന്നത്. പിന്നെ അതിൽ പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഇവരെ അനീതിക്കെതിരെ അനീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാലും പിന്നെ അത് നാളെ ദൈവത്തിൻ്റെ അടുത്തുനിന്ന് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഈമാനുറപ്പും ആ ആളുകൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ എല്ലാം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, അത്രയും വലിയ ശക്തിയാണ് ബ്രിട്ടീഷുകാർ എന്ന് പറയാറ്. പൊട്ടന്മാരൊന്നുമല്ല അവർ, അവർക്കറിയാം അത്രയും വലിയ ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ നാട്ടിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള സംവിധാനങ്ങൾക്കൊക്കെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ സഹായിക്കും. പുറത്തുനിന്നുള്ള സൗകര്യം അവർക്കുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഈ സമരത്തെ പിന്നെ ഈ സമരം നയിച്ച് ഇവർ ഈ ഭരണകൂടത്തെ ചെറുക്കാൻ അവർക്ക് പ്രധാന പ്രേരക ശക്തിയായത് ഒന്നാമത് അവരുടെ മതവിശ്വാസമായിരുന്നു. രണ്ടാമതാകട്ടെ അത് പിന്നെ അത്തരം കാര്യങ്ങളെ ചെറുക്കേണ്ടത് മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ളൊരു പിന്നെ രാജ്യത്തോടുള്ള സ്നേഹം കൂടിയാണെന്നുള്ളൊരു കാഴ്ചപ്പാട് അവരെ നയിച്ചു. എത്ര കഷ്ടപ്പാടാണ് അവർ സഹിച്ചതെന്നുള്ളത് ഞാൻ ഈ ഒരു ഗ്രന്ഥരചനയിൽ ഏർപ്പെട്ട സമയത്താണ്. അത് ആ ബയോഗ്രാഫി ജീവചരിത്രം ഞാൻ തയ്യാറാക്കാനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചു. അതിന് നിർഭാഗ്യവശാൽ അതിൻ്റെ ഘട്ടത്തിൽ തമിഴ്നാട്ടിലുള്ളൊരു പുസ്തകമാണ്, ഒരു സുവനീറാണ് കാരടൻ മുസ്ലിയാരെ കുറിച്ച് ഉണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രൻ പിന്നെ അബ്ദുള്ള കാക്ക അത് തന്നു. അതിനെ ഉപയോഗപ്പെടുത്തി നീണ്ട പരിശ്രമം കൊണ്ട് തമിഴൊക്കെ കുറച്ച് ചെറിയ രീതിയിൽ അക്ഷരമൊക്കെ പഠിച്ച് ഭാഷയിലേക്ക് ആക്കി അതിനെ കൊണ്ടുവന്നു. അത് ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചു. ജനങ്ങൾ വട്ടത്തൂരത്തെ പൗരാവലി അത് ഏറ്റെടുത്തു. അങ്ങനെ ശ്രീ കൂമാഷെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് അദ്ദേഹവും ഞാനും കൂടി കൂടിയിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് അത് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അത്തരം ശ്രമങ്ങൾ വഴി ഇപ്പോൾ വലിയൊരു ദൗത്യമാണ് ഇപ്പോഴും ഈ ഏർപ്പെട്ടിട്ടുള്ള ദൗത്യം. ഇത് ആ നാടിനെക്കുറിച്ചും നാടിൻ്റെ സംഭാവനയെക്കുറിച്ചും ആ ഒരു എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു മനസ്സിലുള്ള ഒരു നൊസ്റ്റാൾജിയ ആ നിലക്ക് 1921 സമരം പിന്നെ എന്താണ് ആ സമര നായകരൊക്കെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ ഇതിൽ ഈ സ്വാതന്ത്ര്യ സമര ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മാർട്ടിയേഴ്സ് ഓഫ് ദി കൺട്രി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഡൽഹിയിൽ സൂക്ഷിക്കുന്ന ആർക്കൈവ്സിൽ സൂക്ഷിക്കുന്നതിലുണ്ടായിരുന്ന ആലി മുസ്ലിയാർ തുടങ്ങി പിന്നെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി തുടങ്ങിയിട്ടുള്ള ആളുകൾ രേഖപ്പെടുത്തപ്പെട്ട ആളുകളെയൊക്കെ തന്നെ സെല്ലുലാർ ജയിലിലും അന്തമാനിലുള്ള സെല്ലുലാർ ജയിലിലും ബെല്ലാരി ജയിലിലും ഒക്കെ തന്നെ അവരുടെ ആ രേഖകൾ എല്ലാം സൂക്ഷിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അതൊന്നും സ്വാതന്ത്ര്യ സമരമല്ല. മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇവർക്ക് ഈ ഇതിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ തന്നെ സ്വാതന്ത്ര്യ സമര പെൻഷനും അംഗീകാരവും ഒക്കെ തന്നെ കിട്ടിയിരുന്നു. അതിപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം അത് മാറ്റിയിരുന്നു. അതിനെതിരായിട്ട് വ്യാപകമായ പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലുണ്ടായിരുന്ന ആ ആളുകളുടെ പലരെയും പേര് ഇവർ ഒളിച്ചോടിപ്പോയ ആളുകളൊക്കെ ആയതുകൊണ്ട് പേര് പലപ്പോഴും അവരത് വരാതിരുന്നതാണ്. അപ്പോൾ പക്ഷേ അതൊരു ബഹുജന സമരം തന്നെയായിരുന്നു. ആ സമരത്തെ അത്രയും മുഷ്ടി ഉപയോഗിച്ചിട്ട് ആയുധശക്തിയും സമ്പത്തും ഒക്കെ ഉപയോഗിച്ച് തന്നെ അവരുടെ ഭരണം 6 മാസത്തേക്ക് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഏത് സമയവും സൂര്യനുണ്ടാവും. ഒന്ന് അസ്തമിക്കുമ്പോഴേക്കിന് ഒന്ന് അവിടെ ഉദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏത് സമയവും ആ സൂര്യൻ ഉദിച്ചുകൊണ്ടേ ഇരിക്കുന്ന അത്രയും വ്യാപകമായ വ്യാപ്തിയുള്ള പ്രദേശത്തിൻ്റെ ഭരണാധിപത്യം ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരത്തിന് സർവ്വസന്നാഹവും ഏർപ്പെടുത്തി ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് തന്നെ മുന്നേറിയ അത് ദേശക്കൂറിൻ്റെ ഭാഗമായിട്ട് മുന്നേറിയ ആ സമൂഹം ആ കാരടൻ മുസ്ലിയാരെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിലാണ് വെട്ടത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്തുള്ള ആ പള്ളിയുടെ ഉദ്ഘാടനം പിന്നെ കുട്ടാട്ട് കുഞ്ഞാലനാജി കൊടുത്ത സ്ഥലത്ത് പള്ളിയുടെ ശിലാസ്ഥാപനം കാരടൻ മുസ്ലിയാർ ഒരു പ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴാണ് എടുക്കുന്നത്. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം. അപ്പോൾ എൻ്റെ വാപ്പ ഈ ചരിത്രത്തിലൊക്കെ ഒരു താല്പര്യമുള്ള PT മുഹമ്മദ് ഹാജി അദ്ദേഹത്തോട് ചോദിച്ചു, പിന്നെ അല്ല മൂല്യരെ ഇത് പിന്നെ നിങ്ങൾ ഏതായിരുന്നു പാർട്ടി? ഇപ്പാൻ്റെയൊക്കെ ഒരു പിന്നെ എന്താണ് ഒരു കാഴ്ചപ്പാടിൽ വിശാലമായിട്ടുള്ളൊരു രൂപത്തിലുള്ള കാഴ്ചപ്പാട് ആ കാര്യങ്ങൾ ഇപ്പൊക്കെ ചോദിക്കാൻ വയ്ക്കുന്നു. വിദ്യാഭ്യാസം കുറവുള്ള ഒരാളായതുകൊണ്ട് അപ്പം അതിൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ തമിഴ് ചൊവ്വയുള്ള മലയാളത്തിൽ അദ്ദേഹം മറുപടി നൽകിയത് ഞാൻ കോൺഗ്രസ്സാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു സാധാ മൂല്യരല്ല, ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് അത്യാവശ്യം പള്ളിയിലെ മൂല്യരായിരുന്നു, ദർസ് നടത്തുന്ന ആളായിരുന്നു.
1996 അദ്ദേഹത്തിൻ്റെ ജനനം ഉള്ളത്. 1921 ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് 25 വയസ്സായിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്തൊക്കെ ആകുമ്പോൾ നമ്മൾ പഴയ 10ഉം 18ഉം വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണം കഴിക്കുന്ന ഇദ്ദേഹം കല്യാണത്തിന് തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം അന്ന് തന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ബീഹാറിലുള്ള ഒരു ക്ഷാമം വന്നപ്പോൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ഇവിടുന്ന് പണപ്പിരിവ് നടത്തിയിട്ട് ആ കേന്ദ്ര കമ്മിറ്റിയിലേക്ക്, ഖിലാഫത്ത് കമ്മിറ്റിയിലേക്കോ കോൺഗ്രസ് കമ്മിറ്റിയിലേക്കൊക്കെ അയച്ചു കൊടുത്തിരുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഉമ്മ പറയണ മകനോട്, പിന്നെ മോനെ ഇജ്ജ് പൊയ്ക്കോ, പിന്നെ ഈ ഇവർ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ ഇല്ലാതാക്കും. അപ്പോൾ ഉമ്മാനോട് പറഞ്ഞ് അദ്ദേഹം നാട് വിട്ടുപോകുന്ന അതിൻ്റെ ഒരു വൈകാരിക അവസ്ഥ ആലോചിക്കുമ്പോൾ, എന്നിട്ട് പിന്നെ അദ്ദേഹം കല്യാണമൊന്നും കഴിക്കാതെ ദീനി വിവരത്തിന് പുറമെ ഡൽഹിയിലേക്ക് ദയൂബന്ദി പോയിട്ട് അവിടുന്ന് ബിരുദം നേടുക. ആ കാലഘട്ടത്തിൽ മൗലാന അബുൽ കലാം ആസാദിനോടും പിന്നെ അതേപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടും, ഇവിടെ തമിഴ്നാട്ടിലാണെങ്കിൽ പിന്നെ കാമരാജിനോടും, തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജ്, സി രാജഗോപാലാചാരി നമ്മുടെ ഇന്ത്യയിലെ ഗവർണർ ജനറലൊക്കെ ആയിരുന്ന, പിന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന ചക്രവർത്തി രാജഗോപാലാചാരി, ഇതുപോലുള്ള ആളുകളൊക്കെ തന്നെ ഇദ്ദേഹത്തെ സന്ദർശിക്കുമായിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം പെരുമ്പല്ലൂരിൽ, അന്നത്തെ ഒരു താലൂക്കാണ് പെരുമ്പല്ലൂർ. ഞങ്ങളിതിൽ എഴുതിയിട്ടുള്ള പെരിന്തൽമണ്ണയിൽ നിന്ന് പെരുമ്പല്ലൂരിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ആർട്ടിക്കിൾ എൻ്റെ ഭാര്യ എഴുതിയ ഇംഗ്ലീഷിലുള്ളൊരു ലേഖന ബഹുഭാഷ സ്മരണികയിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അതാണ്. അപ്പോൾ ആ പ്രദേശത്ത് പറയുന്നത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു ഈ കാരട് മുസ്ലിയാർ. പിന്നെ ഹജ്ജ് കമ്മിറ്റിയിൽ അംഗമായിട്ട് ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞൊരു വോളണ്ടിയർ ആയാലും അടക്കം ഹജ്ജിന് പോകുന്ന ആളുകളുടെ കാലഘട്ടമാണ്. അദ്ദേഹത്തിൻ്റെതല്ലാത്ത പൈസ കൊണ്ട്, രാജ്യത്തിൻ്റെ പൈസ എടുത്തിട്ട് ഞാൻ ഹജ്ജ് ചെയ്യില്ല പറഞ്ഞിട്ട് അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മരിക്കുന്നത് വരെയും തമിഴ്നാട് ഗവൺമെൻറ് അദ്ദേഹത്തെ ഹജ്ജ് കമ്മിറ്റി മെമ്പറായിട്ട് ബഹുമാനിച്ച് അതിൽ നിർത്തിയിരുന്നു. അപ്പോൾ അങ്ങനത്തെ നമ്മളെ അതേപോലെ തന്നെ നമ്മൾ സ്വാതന്ത്ര്യത്തിന് ഉപനായകനായിരുന്ന ആളാണ് തടിയൻ അലവി മുസ്ലിയാർ. ഈ തടിയൻ അലവി മുസ്ലിയാർ പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം പിന്നെ നമ്മൾ ഈ ഇന്നത്തെ ആധുനിക രീതിയിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു പരാജയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നല്ല, കച്ചവടത്തിനൊക്കെ തന്നെ താല്പര്യം ഉണ്ടായിരുന്ന, അതിൽ കഴിവൊക്കെ ഉണ്ടായിരുന്ന, ബഹുഭാഷ ശാസ്ത്രബോധമൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹം പിന്നെ ആ ജീവിതത്തിൽ ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഒരു ശ്രമം കൊണ്ട് ആ ഘട്ടത്തിൽ അദ്ദേഹം സമരത്തിലൊക്കെ ഭാഗഭാക്കായതിനാൽ അദ്ദേഹത്തിന് നാട് വിട്ട് അന്തമാനിലേക്ക് നാട് കടത്തിയ കൂട്ടത്തിലാണ് അലവി മുസ്ലിയാരുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകളുടെ ത്യാഗം, പിന്നെ കർക്കിടാങ്കുന്നൻ കുഞ്ഞിപ്പോക്ക് കാക്ക, പിന്നെ കുറേ പേരുണ്ട് അവർ രേഖപ്പെടുത്തപ്പെട്ട ആളുകളുടെ അതുണ്ട്, അവരുടെയൊക്കെ കുടുംബം നാമാവശേഷമായി. അതുകൊണ്ട് തന്നെ പിന്നീടുണ്ടായ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിന് 1947 നമുക്ക് സ്വാതന്ത്ര്യത്തിൽ കലാശിച്ച ആ സമരത്തിൻ്റെ ഭാഗഭാക്കാകാൻ രേഖപ്പെടുത്ത രീതിയിലൊന്നും ഉള്ളൊരു പങ്കാളിത്തം നമുക്ക് ഉണ്ടായിട്ടില്ല. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ആളുകളുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പറയുന്ന സാദിഖ് മൗലവി തന്നെ അതുവരെ മുസ്ലിം ലീഗുകാരനായിരുന്നു. അദ്ദേഹം പിന്നെ ഇന്ത്യ വിഭജനം വരുമ്പോഴാണ് ഈ പിന്നെ ഇവിടെ പിന്നെ ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു രൂപത്തിൽ ചില ഇത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്ക് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ നമ്മുടെ പങ്കാളിത്തം എന്നുള്ള രീതിയിൽ പ്രധാനമായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ദേശീയ പ്രസ്ഥാനം തന്നെ അംഗീകരിച്ച 1921 മലബാർ കലാപത്തിൽ പിന്നെ ജനകീയമായ പങ്കാളിത്തം ഈ പിന്നെ സാദിഖ് മൗലവിൻ്റെയൊക്കെ പിതാവ് മൊയ്തു ആക്ക, പുത്തൻകൊടുത്തോടേക്കാട്ടും മൊയ്തു സാഹിബ്, പിന്നെ കാർഡൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പിന്നെ തടിയൻ അലവി മുസ്ലിയാരുടെ ഉപനേതൃത്വത്തിലും ഒക്കെ തന്നെ സജീവമായിട്ട് കാപ്പ് കേന്ദ്രീകരിച്ച് തന്നെ വെട്ടത്തൂരിൻ്റെ ഇതര പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ തന്നെ വളരെ സജീവമായിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയുന്ന ഈ ജിയോഗ്രഫിക്കൽ ഏരിയ ബൗണ്ടറി അന്ന് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അന്ന് ഈ പ്രദേശം മണ്ണാർക്കാട് പിന്നെ സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ കീഴിലായിരുന്നു. മണ്ണാർക്കാടൊക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ കുളപ്പറമ്പൊക്കെ കർക്കിടാങ്കുന്നൊക്കെ ഇതിൻ്റെ തന്നെ ഭാഗമായിരുന്നു. കാപ്പ് പിന്നെ വെട്ടത്തൂര്, കർക്കിടാങ്കുന്ന്, അരക്കുപറമ്പ് പ്രദേശങ്ങളൊക്കെ തന്നെ വളരെ വ്യാപകാർത്ഥത്തിൽ തന്നെ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടുള്ള ഈ സമരത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ
1921 സമരത്തെ കർട്ടേൽ ചെയ്തതുകൊണ്ട്, അതിനെ അടിച്ചമർത്തിയതുകൊണ്ട് അവർക്ക് സംഘടിത രൂപത്തിൽ പിന്നീട് ഒരു പ്രവർത്തനത്തിന് സാധിച്ചിരുന്നില്ല. സമരനായകന്മാരൊക്കെ തന്നെ നാടുവിടേണ്ടി വന്നു. പല സ്ഥലങ്ങളിലും അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വരാനൊക്കെ പറ്റുന്നത് പിന്നെ 1936 പിന്നീടും ഒരു പോലീസ് ആക്ഷന് നേരിടാനില്ലാത്ത രീതിയിൽ അവർ ദുർബലമാക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വൻ നേതൃത്വം എന്നുള്ള രീതിയിൽ പിന്നീട് നടന്ന ജനകീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഞാൻ അറിഞ്ഞിടത്തോളം വലിയ പങ്കില്ല. എൻ്റെ ഒരു നോട്ടത്തിലൊന്നും വലിയൊരു പങ്ക് നിർഭാഗ്യവശാൽ ഉണ്ടായിട്ടില്ല. പക്ഷേ അതിനൊക്കെ പരിഹരിക്കുന്ന രീതിയിൽ 1921 കലാപത്തിൽ പങ്കുണ്ടായിട്ടുണ്ട്. കാരണം അതിനുശേഷം 1921 കലാപത്തിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ നാട്ടിലുണ്ടായ ഒരു പ്രധാന സംഭവമായിരുന്നു ഒരു വെള്ളപ്പൊക്കം. ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ധാരാളം കുട്ടികൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ കാലാവസ്ഥാ പ്രശ്നം കൊണ്ട് വന്നതിൻ്റെ പുറമെ ഈ കലാപത്തിൻ്റെ ഭാഗമായിട്ടും ധാരാളം സ്ത്രീകൾ ഒക്കെ ഭർത്താക്കന്മാരില്ലാതെ അവർ മരണപ്പെട്ടിട്ടും അവരെ ജയിലിലേക്ക് പിടിച്ചു കൊണ്ടുപോയിട്ടും അതേപോലെ തന്നെ മറ്റു നിലക്കുള്ള രീതിയിൽ കുട്ടികൾ അനാഥമാക്കപ്പെട്ടിട്ടൊക്കെ നിന്നിരുന്ന ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു സമൂഹമായിരുന്നു 1920 ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് തിരിച്ചു വരാൻ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പോലും പറ്റിയില്ല. ആ ഘട്ടത്തിൽ പിന്നീട് നിരന്തര ആവശ്യങ്ങളുടെ ഭാഗമായിട്ട് ഇതിൻ്റെയൊക്കെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും അതിനോട് അനുബന്ധമായി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് 1970 നിരന്തര അപേക്ഷകളുടെ ഫലമായിട്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ഇവർക്ക് താമ്രപത്രം, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനുള്ള താമ്രപത്രമായിട്ടും അതേപോലെ തന്നെ ആ കുടുംബങ്ങൾക്കും അതിനുശേഷം വരുന്ന കുടുംബങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര പെൻഷനും ഒക്കെ അനുവദിച്ച് വന്നത്. അപ്പോൾ നമ്മളെ പ്രദേശത്തിന് കാര്യമായ പങ്ക് തന്നെ വന്നിട്ടുണ്ട്. ജനകീയമായിട്ടുള്ള പങ്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് ഇതാക്കാം. കാരണം അതിൻ്റെ പശ്ചാത്തലം കലാപങ്ങളെ അനീതിയെ ചോദ്യം ചെയ്യുക എന്നുള്ളൊരു പശ്ചാത്തലം തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കലാപങ്ങളുടെ അല്ലെങ്കിൽ സമരങ്ങളുടെ അല്ലെങ്കിൽ ആ യുദ്ധം എന്നുള്ള അർത്ഥത്തിൽ AK കൂടൂർ എഴുതിയ പുസ്തകത്തിൽ ആഗ്ലോ മാപ്പിള യുദ്ധം എന്ന് പറയുന്ന 1921 അവസാന യുദ്ധത്തിൽ ഷഹീദായവരും നാടുവിടേണ്ടി വന്നവരും നാട്ടിലേക്ക് ഒരു ഘട്ടത്തിലും തിരിച്ച് കുളപ്പറമ്പിലൊക്കെ ഉണ്ടായിരുന്ന മടത്തുടി കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ അതിൽ പങ്കെടുത്തു. വെട്ടത്തൂർ പച്ചേരി അഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ് പച്ചേരി മുഹമ്മദ് ഹാജിൻ്റെ വാപ്പ ഒക്കെ പിടിക്കപ്പെട്ടിരുന്നു. പിന്നീട് ഈ കലാപത്തിൽ കുറേ ആളുകളെ രക്ഷപ്പെടുത്താൻ കല്ലടി കുഞ്ഞാമു സാഹിബിൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചിരുന്നത് ഇവിടെ കണ്ണന്തൊടി ഉണ്ണിൻകുട്ടി ഹാജിയായിരുന്നു. അന്നത്തെ കാലത്ത് വലിയ ധനാഢ്യനും ബ്രിട്ടീഷ് ഗവൺമെൻറ് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഉണ്ണിൻകുട്ടി ഹാജി ആ സ്വാധീനം ഉപയോഗിച്ചാണ് പലരെയും ഈ കലാപത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. അപ്പോൾ അതിലും നമുക്ക് അവരൊക്കെ സ്മരിക്കാം. അവർക്കിപ്പോൾ ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന ആളുകൾക്ക് നമ്മൾ ഈ പറയുന്ന രീതിയിൽ പ്രത്യക്ഷമായിട്ട് അവർക്ക് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ്റിനെതിരായിട്ട് തിരിയാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് രഹസ്യമായിട്ടൊക്കെ ഉള്ള ഈ സമരങ്ങളിൽ സഹായിക്കാൻ പറ്റും. അവരൊക്കെ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ കല്ലടി വലിയ കുഞ്ഞാമു സാഹിബിൻ്റെ മകളായിരുന്ന പാത്തുംകുട്ടി താത്ത എന്ന് പറയുന്നത് അവരാണ് ഈ ആ വീട്ടിൽ ഓതാൻ പോയിരുന്ന കുട്ടിയായിരുന്നു. 15 വയസ്സോ 16 വയസ്സൊക്കെയാണ് ഇതുള്ളത്. പച്ചേരി അഹമ്മദ് ഹാജി എന്ന മൊല്ലാക്ക, പച്ചേരി മൊല്ലാക്ക എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പങ്കാളിത്തം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് നമുക്കത് ഉൾക്കൊള്ളാം. അത് ആ സ്വാതന്ത്ര്യ ബോധം നമ്മുടെ സമൂഹത്തിന് അത് നമുക്ക് ആത്മാഭിമാനത്തോടു കൂടി തന്നെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കൂടുതൽ ഗവേഷണം നടത്തിയിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ നിലവിലുള്ള ആളുകളെ പ്രയോജനപ്പെടുത്തിയിട്ട് വരുന്ന പേരുകളൊക്കെ തന്നെ നമുക്ക് സൂക്ഷിച്ച് അതിൻ്റെ റെക്കോർഡാക്കാൻ ബാക്കി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ കൂടി നമുക്ക് നീങ്ങാം. അതിന് ഉള്ളൊരു നല്ലൊരു പ്രവർത്തനമാണ് ഇപ്പോൾ ഈ നടത്തുന്നത്. അതിന്